ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാചകം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ. എന്താണ് ഈ ജ്ഞാനം? ഇത് ലോകപരമായൊരു ബുദ്ധിയുടെ കാര്യമൊന്നും അല്ല പറയണേ, ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് പറയണത്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഒരു വ്യക്തിക്ക് ജ്ഞാനമുണ്ടെന്ന് പറയണമെങ്കിൽ അവൻ യഹോവ ഭക്തനായിരിക്കണമെന്നാണ് പറയണത്. അതാണ് അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തുടക്കം. കാരണം നിത്യജീവനും നിത്യതയും ആണ് ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആണ് അവിടെ പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിച്ചാൽ അവന് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. അതേസമയം തന്നെ നമ്മൾ എങ്ങനെ ദൈവത്തോട് ചോദിക്കണമെന്ന് അടിയിൽ പറയുകയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ വേണം ദൈവത്തോട് ചോദിക്കാൻ. അപ്പോൾ ഈ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഉള്ള ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? ലോകത്തിൽ ബലഹീനരായ ആളുകളെ, അധികം പ്രാപ്തിയില്ലാത്തവരെ, ബുദ്ധിയില്ലാത്തവരൊക്കെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ആരും സ്വയം പ്രശംസിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ദൈവത്തിലാണ് നമ്മുടെ പ്രശംസ വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് കണ്ടു, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ജ്ഞാനം തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. പിന്നെ നമ്മൾ എഫേസ്യർ 1-ന്റെ 17 തൊട്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പോൾ നമുക്ക് ഈ ജ്ഞാനം കിട്ടണമെങ്കിൽ ദൈവം നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. എന്നിട്ട് അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. നമുക്ക് ഈ ജ്ഞാനം കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. അവൻ്റെ വിളിയാലുള്ള ആശ എന്നെന്നും. അപ്പോൾ ദൈവം നമ്മളെ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വിളിച്ചു? എന്താണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള നമ്മൾ എന്ത് പർപ്പസിലുള്ള അവയവമാണ്? നമ്മുടെ ഈ ഭൂമിയിലുള്ള ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്ന വിളി എന്താണ്? ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ആശ എന്താണ്? അത് നമുക്കറിയണ്ടേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ? അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവിക ജ്ഞാനം വേണം. അതുപോലെ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവും ദൈവമായിട്ടൊക്കെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ളൊരു അവയവമായിട്ട് മാറുകയാണ് ചെയ്യണത്, ദൈവമക്കളായിട്ട് മാറുകയാണ് ചെയ്യണത്. അതിനുള്ള അധികാരമാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ അവരെയാണ് കർത്താവ് തൻ്റെ സഭയിൽ ചേർക്കണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തു വേണം? അവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്നതാണെന്ന് അറിയണം. അതുപോലെ അവൻ്റെ ബലബദ്ധത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ജ്ഞാനം നമുക്ക് കിട്ടിയാലാണ് പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് നമുക്ക് ജ്ഞാനം കിട്ടുമ്പോഴാണ് നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് പിതാവായ ദൈവത്തിൻ്റെ, ഏകസത്യ ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ള വിളിയുള്ള ആശ എന്താണ്, അവൻ്റെ വിളിയുള്ള ആശ എന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. വിശുദ്ധന്മാരായ യേശുക്രിസ്തു വഴി നമ്മളെ വിശുദ്ധരാക്കിയിരിക്കുകയാണ്, നമ്മളെ നീതീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം നമുക്കറിയാം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആകാശത്തിൻ്റെ പരിമാണത്തെ ചാണുകൊണ്ട് അളന്ന ഈ സർവ്വപ്രപഞ്ചം, അനന്ത പ്രപഞ്ചവും സൃഷ്ടിച്ച, അദൃശ്യമായ പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ഈ ദൈവത്തിൻ്റെ ആ ബലം, അത്യന്ത ശക്തി, അളവില്ലാത്ത ബലം, അത്രയധികം വലിയ ബലം, ആ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആ ബലം നമുക്ക് വേണ്ടി വ്യാപരിക്കുക. ആ ബലത്തിൻ്റെ അളവറ്റ വലുപ്പത്തിൻ്റെ ശക്തി ഏതാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയണ്ടേ.
അതിനു വേണ്ടിയാണ് ഇവിടെ അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനമുണ്ടെങ്കിലാണ് നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വെച്ചിരിക്കുന്ന ആ വഴിയിലൂടെ, അത് എപ്പോഴും നീതിയുടെ പാതയായിരിക്കും. കാരണം നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാണ്. അപ്പോൾ ആ നീതിയുടെ പാതയിൽ നമ്മളെ നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമ്മൾ നടക്കുന്നത്. ആ ആത്മാവിനനുസരിച്ചാലാണ് നമുക്ക് നടക്കാൻ പറ്റുക, ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഈ ദൈവിക ജ്ഞാനത്തിലാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അവസാനം നമ്മുടെ ഓട്ടം തികച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ആ നിത്യതേജസ്സിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ദൈവജ്ഞാനത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാം, സംശയിക്കാതെ വിശ്വാസത്തോടെ അപേക്ഷിക്കാം. ദൈവമാ ജ്ഞാനം നമ്മുടെ മേൽ പകർന്നു തരും. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ തരും. ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരും. നമുക്ക് ദൈവത്തിൻ്റെ വിളിയുള്ള ആശയെന്ന് മനസ്സിലാവും. അപ്പോൾ വിശുദ്ധന്മാരായ നമ്മളിലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമ തന്നെയാണെന്ന് മനസ്സിലാവും. അവൻ്റെ ബലത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പന്നാന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും നമ്മുടെ മേലെ ദൈവജ്ഞാനം പകരുകയും വേണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.